വീട്ടിലാണെങ്കിൽ എന്നെ ഇടവും വലവും തിരികെ സമ്മതിക്കുന്നില്ല. പിന്നെ അച്ഛനും അമ്മയും ഷിഫ്റ്റ് വെച്ച് എന്നെ നോക്കുന്നത്. എനിക്ക് മതിയായി. താനാണെങ്കിൽ വല്ലപ്പോഴും ഫോൺ പോലും ചെയ്യുന്നത്. എത്ര ദിവസമായി ഇങ്ങനെയൊന്ന് കണ്ടിട്ട്. ഇപ്പൊ എങ്ങനെ വരാൻ പറ്റി? തനിക്ക് എന്നെ കാണണമെന്നില്ല, ഇല്ലെങ്കിൽ എങ്ങനെയും വരാൻ പറ്റും. അതെനിക്ക് കാണണമെന്നില്ല. എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ എന്റെ പ്ലാൻ. അതിനിടയ്ക്ക് വീണ്ടും വീണ്ടും വഴക്ക് വേണ്ടെന്ന് കരുതി, അത്ര തന്നെ. പിന്നെന്താ ഇപ്പൊ വന്നത്? ലൈബ്രറി പോകണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്നെ കൊണ്ടാക്കി. സാധാരണ വെയിറ്റ് ചെയ്യുന്നായിരുന്നു. ഇന്നൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയത്. എന്തായാലും ഒരു ചാൻസ് കിട്ടിയതല്ലേ, നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോയി കറങ്ങിയിട്ട് പോവാം. അയ്യോ വേണ്ട, അച്ഛൻ വീട്ടിൽ വിളിച്ച് ചോദിക്കും. ബുക്സ് എടുത്ത് വേഗം വീട്ടിൽ ചെല്ലാനാ പറഞ്ഞത്. അയ്യോ ഓൾറെഡി ലേറ്റ് ആയി. അല്ലെ ഇപ്പൊ ഇങ്ങനെയല്ലേ ഉള്ളൂ, ഒരു 10 മിനിറ്റും കൂടി. ഇപ്പൊ എത്ര മതി, ഇനി ചാൻസ് കിട്ടുമ്പോ വീണ്ടും കാണാം. നിത്യ അയ്യോ അച്ഛൻ, ഇയാൾക്കൊന്നും ഒരു പണിയില്ലേ? നീ എന്താ കരുതിയത്? ഒരവസരം കിട്ടിയ അവനൊത്ത് കറങ്ങാവുന്നോ? അത് ഞാൻ അബദ്ധത്തിൽ കണ്ടതാ. പിന്നെയും കള്ളം പറയരുത്. ഒറ്റക്കായ നീ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറിയുന്നത്. ലൈബ്രറി മുതൽ ഐസ്ക്രീം പാർലർ വരെ ഞാൻ നിന്നെ ഫോളോ ചെയ്യായിരുന്നു. നിനക്കിത് എന്ത് പറ്റി? ഞാൻ എല്ലാം പറഞ്ഞതല്ലേ? ജാതി പ്രശ്നവും കുടുംബത്തിന്റെ അഭിമാനവും പോട്ടെന്ന് നോക്കാം. നമ്മൾ ശീലിച്ചു വന്ന രീതിയല്ല അവരുടേത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? നീ അവനെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെടുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയില്ല, പണമോ ചുറ്റുപാടോ ഇല്ല, എന്തിനു നല്ലൊരു ജോലി പോലും ഇല്ല. ഓ പിന്നെ കാണാനാണെങ്കിലോ നിനക്ക് ഒരു ചേർച്ചയില്ല. ഒരുമാതിരി ആനയും പാപ്പാനേയും പോലെ. നിക്കേ, ഇനിയും നീ ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വീണ്ടും ഇത് തുടരാനാ ഭാവമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കെന്നെ അറിയില്ല. പറഞ്ഞു കേട്ടല്ലോ. പോയിക്കോ. ഗായത്രി, അവള് പിന്നെ. നമസ്കാരം. ആ എന്താ ഇങ്ങോട്ട് വന്നേ? ബാങ്ക് ലോണോ മറ്റോ ആണെങ്കിൽ അത് ഓഫീസിൽ നിന്ന് സംസാരിച്ചാൽ മതി. വീട്ടിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. അല്ല, ഞാനൊരു വേളിക്കാര്യം സംസാരിക്കാനാ വന്നത്. സാറിന്റെ മകൾക്ക് വേണ്ടി. എന്റെ അനന്തരവനാണ് ആലോചന. ആർക്ക്? ശ്രീക്കോ? അതെ, ശ്രീരാജിന് തന്നെ. ജാതകപ്പൊരുത്തം കൊള്ളാം, നല്ല ചേർച്ചയാ. നാരായണ സാർ എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ? അല്ല വേണ്ട, ചായ ഇപ്പൊ ആരാണ് കഴിക്കുന്നത്? സംഭാരമായാലും എന്താ? ആയിക്കോട്ടെ. ആ ഗായത്രി, സംഭാരം കൊണ്ടു. ഓ അപ്പൊ ഇതിനാണ് അവളുടെ ജാതകം വാങ്ങിയതല്ലേ? പൊരുത്തം നോക്കിയിട്ട് പറയാന്ന് കരുതി. നല്ല പൊരുത്തം. ആഹാ. പിന്നെ എന്ത് പൊരുത്തം? ഋഷീശ്വരന്മാര് പറഞ്ഞിട്ടില്ലേ, ജാതക പൊരുത്തത്തെക്കാൾ ശ്രേഷ്ഠം മനപ്പൊരുത്താണെന്ന്. അവന് കുട്ടിയെ നന്നായി ബോധിച്ചു. ഇനി അഭിപ്രായം പറയേണ്ടത് നിങ്ങളാ. ഞങ്ങൾക്ക് 100 വട്ടം സമ്മതമാ. ശ്രീരാജിനെ പോലെ ഒരാളെ കിട്ടുമെന്ന് അവിടെ ഭാഗ്യമല്ലോ. അല്ല, കുട്ടിയുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് അറിയിച്ചാ മതി. അതിപ്പോ ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞിട്ടുള്ളേ. അത് ശരിയാ, എല്ലാ നല്ല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാ. മാത്രമല്ല, ശ്രീയെപ്പോലൊരു ചെക്കന് ഏത് പെൺകുട്ടിയാ വേണ്ടാന്ന് വെക്കാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ അവരെയും കൂട്ടി ഇങ്ങ് വരാം. ഉച്ച തിരിഞ്ഞ് വല്ല അസൗകര്യം ഉണ്ടോ? എന്താ സൗകര്യം? നാളെ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. സംഭാരം അസലായി. മോളെ, നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. വൈകിട്ട് നീ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞാ ഒന്നും മനസ്സിലാവില്ലേ? എനിക്കാരും കാണണ്ട. അല്ല, നീ ഒന്ന് കണ്ടിട്ടെന്താ? അമ്മയ്ക്കും തുടങ്ങിയോ കുഴപ്പം? ആരും വരണ്ട എന്നെ കാണാൻ. വരണ്ടാന്ന് നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് കൊള്ളാം.
മോളെ മോളി പയ്യനെ കണ്ടു നോക്ക്. ഉം. നല്ല പയ്യനാ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാശുകാരാ. അത് പോട്ടെ, നല്ല സ്വഭാവം, ആവശ്യത്തിന് വിദ്യാഭ്യാസം, അതിലുപരി കാണാൻ സുന്ദരനാ. ആര് കണ്ടാലും കുത്തിക്കൊണ്ട് പോകും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നാളെ നീ കാണാൻ പോവല്ലേ, കാണുമ്പോ നീ അന്തിച്ച് നിൽക്കും. മോളെ വളർത്തു ദോഷം അല്ലാതെന്താ? എന്താ എന്റെ തെറ്റാണോ? അല്ല, എന്റെ തെറ്റാണ്. നീ ഇതോടെ പോന്നു? ഓഫീസിലേക്ക്. അവരിന്ന് നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞല്ലേ? എന്നെ ആരും കാണണ്ട. മോളെ വീട്ടിൽ വരുന്നവരെ നീ അപമാനിക്കരുത്. വരണ്ടെന്ന് പറഞ്ഞാ പോരെ? അതിന് 100 കാരണങ്ങൾ പറയേണ്ടി വരും. നീ ഒന്ന് വന്ന് കാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞൊഴിയാമല്ലോ. ശരി, ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാ പിന്നെ ഒരാളും ഇതിനെ പറ്റി ചോദിക്കരുത്. ഓക്കെ? ശരി, നീ അകത്തേക്ക് പോ. എനിക്കൊരു അർജന്റ് വർക്കുണ്ട്. ഓഫീസിൽ പോയി ലീവ് എടുത്തിട്ട് ഉച്ചയ്ക്ക് വരാം. അത് പിന്നെ എന്താ വിശ്വാസമില്ലേ? വരാന്ന് പറഞ്ഞില്ലേ? ആ ശരി ശരി, ഉച്ചക്കെത്തണം. അവർ നേരത്തെ വരുമെന്നാ പറഞ്ഞത്. ഉം. ആ എന്നാ പിന്നെ എന്നെ പുറകെ പോകണ്ട. അത് മതി ഇനി ഒരു വഴക്കുണ്ടാവാൻ. ഈശ്വര, അവളുടെ മനസ്സ് മാറ്റി തരണേ. അയ്യോ, എന്തു പറ്റി നിത്യ? വയറ് വേദനിക്കുന്നു. വേഗം ഹോസ്പിറ്റലിലേക്ക് വിടും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒന്ന് പെട്ടെന്ന് പോട്ടെ ചേട്ടാ. എനിക്കിപ്പോ ആശ്വാസമുണ്ട്. നമുക്ക് പോവാം. ഏയ് വെറുതെ റിസ്ക് എടുക്കണ്ട. എന്താ പ്രശ്നം നമുക്ക് ചെക്കപ്പ് ചെയ്ത് നോക്കാം. എങ്കിൽ നിങ്ങൾ പൊക്കോളൂ. ഓഫീസിൽ ലേറ്റ് ആവണ്ട, ഞാൻ പൊക്കോളാം. ഏയ്, ഞാനും കൂടെ വരാം. ഇവര് പോയിക്കോട്ടെ. വേണ്ട, ഞാൻ വിളിച്ചോളാം എന്റെ അച്ഛനെ. എങ്കിലും താൻ തനിച്ച്. പേടിക്കണ്ട, ആൽ മാനേജ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ബൈ. ഓക്കെ, ഡോക്ടറെ കണ്ടിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. എത്ര നേരമായി വിളിച്ചിട്ട്? എവിടെ പോയി കിടക്കായിരുന്നു? റെഡി ആയിട്ട് വരണ്ടേ? ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് ആരെങ്കിലും കാണും. നമുക്ക് എവിടെയെങ്കിലും പോവാം. എന്താ ആദ്യമായിട്ടാ നിത്യേന്റെ ബൈക്കിൽ കയറുന്നത്. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും അവന്റെ ഒരു റൊമാൻസ്. വണ്ടി എടുക്ക്. എവിടെ പോവാം? എങ്ങോട്ടെങ്കിലും പോവാം. പാർക്കിൽ പോയാലോ? പാർക്കിലും ബീച്ചിലൊന്നും പോകണ്ട. അച്ഛൻ വരാത്ത എവിടേക്കെങ്കിലും. ഏ? എന്താ തന്റെ അച്ഛനെങ്ങാനും പുറകെ വരുന്നുണ്ടോ നോക്കിയതാ. കളിച്ചോണ്ടിരിക്കാതെ വേഗം പോ. ഒരു സ്ഥലമുണ്ട്, പക്ഷെ കുറച്ച് ദൂരെയാ. ദൂരെയാ നല്ലത്. ആ. വണ്ടി എടുക്ക്.